നാളത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൻ്റെ പ്രമോ വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം ഈ ബിഗ് ബോസ് സീസൺ 7 കണ്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രമോയും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു ടാസ്കോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡോ ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സാബുമോൻ എല്ലാവരെയും ഇരുത്തി അങ്ങ് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇട്ട് നല്ല കൊട്ടു കൊടുക്കുകയാണ്. എല്ലാവരുടെയും ഗെയിമിനെ കുറിച്ചുള്ള വിലയിരുത്തൽ സാബുമോൻ അവരുടെ അടുത്ത് ഡയറക്റ്റ് തുറന്ന് പറയാണ്. എല്ലാവരുടെയും മുഖം നല്ല വൃത്തിക്ക് വളിച്ചാണ് ഇരിക്കുന്നത്. ആദ്യം നമ്മുടെ ആര്യനെയാണ് പറയുന്നത്. ആര്യൻ്റെ അടുത്ത് പറയാണ്. ആര്യൻ ദേ നോക്കിയപ്പോൾ മുറ്റത്തൊരു മൈന. ആര്യൻ അതിന് പരിപ്പിട്ട് കൊടുക്കുന്നു, തുണി അലക്കി കൊടുക്കുന്നു. ആര്യൻ ഇതൊക്കെ കേട്ടിട്ട് വല്ലാണ്ട് അങ്ങ് ചളിച്ചു പോകുന്നുണ്ട്. വല്ലാണ്ടൊരു ഇറിറ്റേഷന്, ഭൂമിക്കടിയിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോയാൽ എന്താന്നുള്ളൊരു തോട്ടാണ് ആര്യൻ്റെ മനസ്സിൽ വന്നത്. പക്ഷെ ഒന്നും പുറത്ത് കാണിക്കാതെ ആര്യൻ ഇങ്ങനെ അങ്ങ് പിടിച്ച് നിൽക്കുന്നുണ്ട് കഷ്ടപ്പെട്ട്. അതിനുശേഷം അക്ബറിനെ പറയുന്നുണ്ട്. അക്ബർ ആകെപ്പാടെ അപ്പുക്കുട്ടൻ ഓവറാക്കി ചളമാക്കി കുളമാക്കിയൊരവസ്ഥയിലാണെന്ന് ഇരിക്കുന്നത്. അക്ബറിൻ്റെ മുഖം വല്ലാണ്ടങ്ങ് വളിച്ചു പോകുന്നുണ്ട്. ഒരുമാതിരി ഭയങ്കര നാണക്കേട് പോലെ. പിന്നെ സാബുമാനെയാണ് പറയുന്നത്. സാബുമാൻ അവിടെ ഉണ്ടോയെന്ന് മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ സാബുമാൻ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അത് സത്യമുള്ള കാര്യമല്ലേ എന്നുള്ള രീതിയിലായിരിക്കും സാബുമാൻ നോക്കുന്നത്. അതിന് ശേഷം അനുമോളെക്കുറിച്ചാണ് പറയുന്നത്. അനുമോളുടെ ശാപത്തീയിൽ വെന്തുരുകുന്ന ഒരുപാട് കണ്ടസ്റ്റൻസിനെ ഇവിടെ കണ്ടിട്ടുണ്ടെന്നാണ് സാബുമാൻ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും അനുമോളും ബിന്നിയൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നെവിനെക്കുറിച്ചാണ് പറയുന്നത്. നെവിൻ എന്ന് പറയുന്നത് അറക്കാനിരിക്കുന്ന ഒരു ബലിമൃഗമാണെന്നാണ് പറയുന്നത്. അത് സത്യമാണ്. അക്ബറും ആര്യനും കൂടെ ഒക്കെ മിക്കവാറും അറുത്ത് കൊല്ലും. ഇത് കേട്ടിട്ട് നെവിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. കാരണം അവർക്ക് പറ്റുന്നില്ല. ഉള്ളത് പറയുമ്പം പിന്നെ എന്ത് ചെയ്യും, വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ആകപ്പാടെ എല്ലാവരും അങ്ങോട്ട് വല്ലാണ്ടിരിക്കുകയാണ്. ഇതൊരു അത്യാവശ്യമായിരുന്നു. കാരണം ഇവർക്കോ കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയട്ടെ. സാബുമോനെ കൊണ്ടുവന്നത് ഒരു നല്ല തീരുമാനമായിരുന്നു. അറ്റ്ലീസ്റ്റ് അവരുടെ ഗെയിം അവർക്ക് സ്വന്തമായിട്ടൊന്നും വിലയിരുത്തുമെങ്കിലും ചെയ്യാമല്ലോ ഇത് കേട്ടിട്ട്.